ഹലോ മിച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ജോസോൺ എന്ന രാജ്യത്തിന്റെ തീരത്ത് അർദ്ധരാത്രിയിൽ ഒരു കപ്പൽ നങ്കൂരമിടുകയാണ്. തോക്കുകളും വെടിമരുന്നുകളുമായിട്ട് എത്തിയ ആ കപ്പലിൽ മറ്റു ചില രഹസ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മനുഷ്യനെ ഒരു തരം പിശാചാക്കി മാറ്റുന്ന വല്ലാത്തൊരു പകർച്ചവ്യാധി. എന്നാൽ ഇതിനോടൊന്നും ഭരണത്തോടും രാജാവിനോടും ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത രാജാവിന്റെ ഇളയ മകൻ മറ്റേതോ ഒരു നാട്ടിൽ പോയി അവിടെ വളർന്ന് അവിടുത്തെ സുഖങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആ ഒരു കാര്യബോധം ഇല്ലാത്ത കുമാരൻ ഈ നാട്ടിലേക്ക് വരികയാണ്. അറിയാതെ ചില പ്രശ്നങ്ങളിലേക്ക് ഈ കുമാരൻ പെട്ടുപോകുന്നുണ്ട്. റാംപെറ്റ് എന്നൊരു അടിപൊളി കൊറിയൻ മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ആദ്യഭാഗം കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയുടെ മുകളിലായിട്ടൊരു ഐ കാർഡ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ആദ്യ ഭാഗത്തിലേക്ക് ചെല്ലാം. എന്തായാലും നമുക്ക് നേരെ രണ്ടാം ഭാഗത്തിലേക്ക് പോകില്ലേ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്, നമ്മുടെ കുമാരൻ എല്ലാ ഭടന്മാരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, പ്രധാനമന്ത്രി അയാളിനി പിശാചാണെങ്കിലും ശരി അല്ലെങ്കിൽ ജീവനോടുണ്ടെങ്കിലും ശരി പിടിച്ചും കൊണ്ട് കൊണ്ടുവരാനായിട്ട്. എന്നാൽ ആ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ള പട്ടാളക്കാരൻ ഒരു കാര്യം രാജാവിനോട്, രാജാവല്ല നമ്മുടെ കുമാരൻ രാജാവാകും, ഇവരെല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ കുമാരനെ രാജാവായി കണ്ടു കഴിഞ്ഞു. കുമാരനോട് പറയാണ്, കുമാര നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു, കാരണം രാത്രിയിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ ഒരു പിശാചി എന്നെ കടിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എന്നെ കൊല്ലുന്നൊക്കെ പറയുന്ന സമയത്ത് കുമാരൻ അതിനെ എന്താ പറയാ എതിർക്കുകയാണ്. കൊല്ലണ്ട, അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ 2-3 ആൾക്കാരും കൂടി തൊട്ടപ്പുറത്തെ രാജ്യത്തേക്ക് ചെല്ലുക, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സഹായം ചോദിക്കുക. ഇനി അതിനിടക്ക് നിങ്ങളൊരു പിശാചായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ കെട്ടിവെക്കട്ടെ, എന്നിട്ട് അവരുടെ മുന്നിലേക്ക് ഈ തെളിവ് ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യില്ലേന്ന് ഈ പട്ടാളക്കാരനോട് കുമാരൻ ചോദിക്കുമ്പോൾ അയാൾ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. ഇതിനുശേഷം കുമാരൻ എന്താ ചെയ്യുന്നത്, എല്ലാവരും വിചാരിച്ചതുപോലെ ഇവരുടെ രാജാവായിട്ട് ഇവിടെ നിൽക്കൊന്നുമില്ല. കുമാരന് കിട്ടിയ ദൗത്യം എന്താണ്, ചേട്ടന്റെ ഭാര്യയെ സേഫ് ആയിട്ട് അവരുടെ നാട്ടിലേക്ക് എത്തിക്കുക, ജിൻസോയുടെ നാട്ടിലേക്ക്. അപ്പൊ ചേട്ടത്തിയോട് പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് ജിൻസോ ആകെ ഞെട്ടിപ്പോയി. എങ്ങോട്ടേക്ക് പോകാനായിട്ട്? രാത്രി ആകുമ്പോഴേക്കും ഈ ഒരു ജോസോൺ മുഴുവനായിട്ടും കൊട്ടാരത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഈ രാജ്യം ഉണ്ടാവില്ല, ഈ വംശം തന്നെ ഉണ്ടാവില്ല. ഇതെല്ലാം കേട്ട സമയത്ത് കുമാരൻ പറയാണ്, അത് അങ്ങനെ വിധിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പൊ നമ്മുടെ സമാന്ത, പാർക്കിയോണ് ഇവരൊക്കെ വല്ലാത്തൊരു ഭീതിയിൽ ഭയത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജിൻസോ അതായത് ചേട്ടത്തിയമ്മ ചോദിക്കാണ്, നീ എങ്ങോട്ടാടായി പോകുന്നത്? നാഥനില്ലാത്ത ഈ മനുഷ്യക്കൂട്ടത്തെ ഒറ്റയ്ക്കാക്കി പോവാൻ വേണ്ടി മാത്രമുള്ള ക്രൂരനാണോ നീ? അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ ജിൻസോ അതായത് ചേട്ടത്തിയമ്മ അവനെ ശകാരിക്കുകയാണ്. ഇതിനൊടുവിൽ കുമാരൻ പറയാണ്, ഓക്കെ, ഈ പിശാചുകളെ കൺട്രോൾ ചെയ്യുന്നത് വരെ ഞാൻ അവിടെ നിൽക്കാം, അതിനുശേഷം നിങ്ങൾ എന്റെ കൂടെ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു സമാധാനമാണ്. കാരണം ഇവരുടെ കൂടെ കുമാരൻ ഉണ്ടെങ്കിൽ ഇവർക്കൊരു ധൈര്യമാണ്. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഇവരത് നേരിട്ട് കണ്ടെയാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു പദ്ധതി ഉണ്ടാക്കുകയാണ്. രാത്രിയാകുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് ഈ പിശാചുകളെ മുഴുവൻ ശബ്ദമുണ്ടാക്കി ആകർഷിച്ച് കൊണ്ടുവരണം, എന്നിട്ട് അവിടെ വെച്ച് എല്ലാത്തിനെയും ഒരുമിച്ച് തീയിട്ട് കൊല്ലുക. അത് നല്ല ഐഡിയ ആയിട്ട് എല്ലാവർക്കും തോന്നുന്നു. ഇതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രി അയാൾ ഇപ്പോഴും ചത്തിട്ടില്ല, ഒരു പിശാചായി മാറിയിട്ടുമില്ല. അതിനു മുന്നേ തന്നെ ഇയാളൊരു കാര്യം ചെയ്യുന്നുണ്ട്, കൈ വെട്ടിമുറിച്ച് കളയാണ്. ആ വേദനയിൽ ഇയാൾ അലറി കരയുന്നുണ്ട്. ഇതിനുശേഷം കൊട്ടാരത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെയാണ് രാജാവിന്റെ ആ ഒരു വസ്ത്രം ഉള്ളത്. അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഇയാൾക്ക് അതിനോട്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലും ഇയാൾ ഇതെടുത്ത് ധരിക്കുകയാണ്. ഇയാൾക്ക് ഉറപ്പാണ് അധികം വൈകാതെ ഇയാൾ ഒരു പിശാചായി മാറുമെന്ന്. അതുകൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇയാൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കുമാരൻ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വലിയൊരു ബ്ലാസ്റ്റ്, ഒരു തീപിടുത്തം ഉണ്ടാക്കണമെങ്കിൽ വെടിമരുന്ന് വേണമല്ലോ, ഇതെടുക്കാനായിട്ട് ഇവിടുത്തെ നിലവറയിലേക്ക് വരികയാണ്. എന്നാൽ അവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് ഇവരൊരു പിശാചിനെ കാണുകയാണ് കേട്ടോ. കൂടെ തന്നെ മറ്റൊരു പിശാചിനെ, പ്രധാനമന്ത്രി. ഇയാൾ പിശാചാവുന്നതിന്റെ ഒരു 60% ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള കരുത്ത്. നമ്മുടെ കുമാരൻ എങ്ങനെയൊക്കെയോ വാളുകൊണ്ട് ഇയാളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരോട് രക്ഷപ്പെട്ടു പോകാൻ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു ഇച്ചിരി വെടിമരുന്ന് എടുത്തുകൊണ്ട് ഇതിന്റെ പുറത്തേക്ക് ഇവർ കിടക്കുകയാണ്. അതിന്റെ ആ ഒരു വാതിൽ ശക്തമായിട്ട് തന്നെ കുമാരൻ തള്ളി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടെ നമ്മുടെ റാങ്കോ ഉണ്ട്, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റാങ്കോയോട് കുമാരൻ പറയാണ്, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകുന്നു. എന്നാൽ കുമാരനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ അവന് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അവൻ ഇപ്പോഴും നിൽക്കുകയാണ്. എന്നാൽ കുമാരൻ കരുതി റാങ്കോ പോയി കഴിഞ്ഞുവെന്ന്. ഇതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രി ഇയാളുടെ ആ ഒരു വാതിലുണ്ടല്ലോ, തള്ളി പിടിച്ച് നിൽക്കുകയാണല്ലോ, ഇതൊരൊറ്റ തള്ളലാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി വന്നതുപോലെ തെറിച്ചു പോയ നമ്മുടെ കുമാരൻ ഉണ്ടല്ലോ, അയാളോട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, അത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്തായാലും പുറത്തേക്ക് എത്തി. ഇതേ സമയത്ത് തന്നെ കുമാരൻ ചോദിക്കണം, അല്ല റാങ്കോയുടെ അവൻ വന്നോന്ന്. അപ്പോഴാണ് ഇവർ ആ ഒരു എന്താ പറയാ ഷെഡിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത്. ഇതേ സമയത്തിന് റാങ്കോ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും അവനൊരാൾ പിടിച്ചു വലിച്ചിടുകയാണ്. മറ്റാരുമല്ല, പ്രധാനമന്ത്രി തന്നെ. ഇയാൾക്ക് ഈ ഒരു വാതിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, സൂര്യപ്രകാശം മേത്ത് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരുങ്ങും. ഇപ്പൊ കുമാരൻ റാങ്കോയെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും പിടിച്ചു വെക്കാണ്. ഇതേ സമയത്തിന് റാങ്കോയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കുമാരൻ രക്ഷപ്പെട്ടു പോയിക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുമാരന്റെ മുന്നിൽ വെച്ച് തന്നെ നട്ടലിലേക്ക് വാള് കുത്തിക്കയറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി ക്രൂരമായിട്ട് റാങ്കോയെ കൊന്നുകളയാണ്. ഇതിനുശേഷം വല്ലാത്തൊരു രീതിയിൽ പകയോടുകൂടി എല്ലാവരെയും നോക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവർക്ക് കയറി ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും മനസ്സ് മടുത്തുപോയി നമ്മുടെ കുമാരൻ. കാരണം ഒറ്റ ചങ്ങാതിയാണ്, ഒരു വേലക്കാരനായിട്ടോ തോഴനായിട്ടോ ഒന്നും അല്ല കുമാരൻ നമ്മുടെ റാങ്കോയെ കണ്ടത്, ഒറ്റ ചങ്ങാതിയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം നമ്മുടെ കുമാരൻ ഒറ്റയടിക്ക് മറക്കാൻ കഴിയുന്നില്ല. എന്തായാലും ആ ഒരു പകല് മുഴുവനായിട്ടും ഒരുപാട് ചുള്ളിക്കമ്പുകളും ഉണങ്ങിയ വിറകുകളും ഇരങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, കൊട്ടാരത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് എല്ലാ പിശാചുക്കളെയും ആകർഷിച്ച് അവിടെ
അവിടെ വെച്ച് ഇവരെല്ലാത്തിനെയും ഒരുമിച്ച് കത്തിക്കാനായിട്ട്. എന്നാൽ ഇതിങ്ങനെ ശേഖരിച്ച് ഏകദേശം രാത്രിയായിട്ടുണ്ട്. ഇതിനിടക്ക് സോംബികൾ പതിയെ അതായത് പിശാചുക്കൾ ഇവരുടെ ഇടയിലേക്ക് വരികയാണ്. പരമാവധി ഇവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പിശാചുക്കളുടെ കയ്യിൽ പെട്ടുപോകുന്നുണ്ട്, ചില ആൾക്കാർക്കൊക്കെ കടിയേറ്റു. അങ്ങനെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ളവർ കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാർക്കിയോൺ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറയാണ് വേണ്ട, ഞാനില്ല, നിങ്ങൾ പോയിക്കോന്ന്. അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഓൾറെഡി കടിയേറ്റ് കഴിഞ്ഞു. അപ്പൊ ഇവരുടെ കൂടെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെ ആപത്തായേക്കും. അതുകൊണ്ട് ഇയാൾ പുറത്ത് നിൽക്കാന്ന് പറയാണ്. മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും പിന്നീട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പതിയെ ഈ മനുഷ്യൻ പുറത്തുനിന്ന് പിശാചാകുന്ന ആ ഒരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. എല്ലാവരും പാർക്കിയോണ് അതുപോലെ തന്നെ സമാന്ത ഇവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഗുരു ഉണ്ടല്ലോ, ഒരു കുന്തം വെച്ച് ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഉള്ളിൽ നിന്നും കുത്തി ഇയാളെ കൊന്നു കളയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വല്ലാത്തൊരു വിഷാദത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രിയായിട്ടുണ്ട്. രാത്രിയായ സമയത്ത് കുമാരൻ പറയാണ് മതി, ഇനി എല്ലാവരും പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. അതായത് ഇവിടെ വലിയൊരു ഡ്രം കണ്ടോ, ഇതിൽ അടിച്ചടിച്ച് ഒച്ച ഉണ്ടാക്കി എല്ലാ സോംബികളെയും പിശാചുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് എന്താ ചെയ്യാ, ഈ ഒരു ഭാഗത്ത് നിറയെ മരുന്നുകൾ നിറച്ചു വെച്ചിരിക്കാൻ, ഇതിനങ്ങോട്ട് തീ കൊടുക്കും. അതായത് ഒരു ആത്മഹത്യാപരമായിട്ടുള്ള മിഷനാണിത്. എന്ന കുമാരനോട് പാർക്കിയോൺ പറയാണ് അത് നിങ്ങൾ ചെയ്യേണ്ട, അത് ഞാൻ ചെയ്തോളാന്ന്. കുമാരൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. എന്നാൽ പാർക്കിയോൺ അവന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. അവനും ഓൾറെഡി കടിയേറ്റ് കഴിഞ്ഞു. അധികം നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കുമാര, പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവൻ ഇതിനു വേണ്ടി കളയുന്നത്? ഈ ജനങ്ങളെ കണ്ടില്ലേ, അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ടില്ലേ, അവരെ മുന്നിൽ നിന്ന് നയിക്കും നിങ്ങൾ. നിങ്ങളുടെ ചേട്ടൻ ആഗ്രഹിച്ചത് അധികാരമോ സുഖമോ ബാക്കിയുള്ളതൊന്നുമല്ല. അദ്ദേഹം ആഗ്രഹിച്ചത് ഈ ജനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ചേട്ടന്റെ ആഗ്രഹം. ദയവ് ചെയ്തിട്ട് നീ നടത്തി കൊടുക്കട, അവരുടെ രാജാവായിട്ട് അവരുടെ കൂടെ നിൽക്കട. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് ആയില്ല, ദയവ് ചെയ്തിട്ട് നീ അത് ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കുമാരന് ഒട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു രാജാവാകാൻ വേണ്ടി അത്രയും വലിയ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുക, അത് വലിയൊരു ചുമതലയാണ്. അവന്റെ മനസ്സുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഒരു രക്ഷയില്ലാതെ ബാക്കിയുള്ളവരെ, ജീവന് ബാക്കിയായ ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് മനസ്സ് കല്ലാക്കിക്കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമാന്ത, അവളുടെ ചേട്ടനാണ് കൊട്ടാരത്തിന്റെ ഉള്ളിലിരിക്കുന്നത്. അധികം വൈകാതെ നമ്മുടെ പാർക്കിയോണ് വെന്തുരുകാൻ വേണ്ടി പോവാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോവാണ്. പാർക്കിയോണാണെങ്കിൽ വലിയൊരു വടി എടുത്തുകൊണ്ട് ആ ഒരു ചെണ്ടയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആ ഒരു മുഴക്കം കാരണം കൊട്ടാരത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പിശാചുകൾ മുഴുവനായിട്ട് വരുന്നുണ്ട്. പതിയെ പാർക്കിയോണും ഒരു പിശാചായി മാറാൻ വേണ്ടി പോവാണ്. ആ അവസാന നിമിഷത്തിൽ ഒരു പന്തം കയ്യിലെടുത്ത് അവൻ ആ ഒരു തിരികെ തീ കൊളുത്തുകയാണ്. എന്നാൽ ആ തീ മുന്നോട്ട് പോയില്ല. അതിനു മുന്നേ ഒരാൾ വന്ന് ആ ഒരു തീ ചവിട്ടി കെടുത്തുകയാണ്. മറ്റാരുമല്ല, പാതി പിശാചായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ. അവിടെ വെച്ച് ഈ പാർക്കിയോന്റെ ഹൃദയത്തിലേക്ക് തന്നെ കത്തി കയറ്റുന്നുണ്ട് ഈ ഒരു പ്രധാനമന്ത്രി. എന്നിട്ട് ഇയാൾ ആ ഒരു സിംഹാസനത്തിൽ പോയിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്ത് എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് കൊട്ടാരത്തിന് തീ പിടിക്കാത്തത്, പൊട്ടിത്തെറി എന്താ സംഭവിക്കാത്തത്? അപ്പൊ മനസ്സിലായി പാർക്കിയോണിന് എന്തോ സംഭവിച്ചു. ഇനി ആരെങ്കിലും പോയിട്ട് അത് തീ കൊടുത്താലേ ഇവർ വിചാരിച്ചതുപോലെ തീപിടുത്തം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പലരും മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും കുമാരൻ അതിന് സമ്മതിക്കുന്നില്ല. ഇതെന്റെ ദൗത്യമാണ്, ഞാനത് ചെയ്യും. അതുപോലെ തന്നെ ചേട്ടന്റെ ഭാര്യയോട്, ജിൻസോട് പറയാണ് എന്റെ ചേട്ടന് വേണ്ടിയിട്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക, സേഫ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുക. അതുപോലെ സമാന്തയെ നോക്കിയിട്ട് പറയാണ് ഒരു രക്ഷകന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല, നിങ്ങൾ സ്വയം നിങ്ങളെ രക്ഷപ്പെടുത്തുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനം എടുക്കുക. ഒരു രാജാവിനെ നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തുക. ഇവിടെ വെച്ച് നമ്മുടെ കുമാരൻ ഒരു യഥാർത്ഥ ധീരനായിട്ട് മാറുകയാണ് കേട്ടോ. നേരെ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു വാൾ എടുക്കുന്നുണ്ട്, ഒരു കുതിരപ്പുറത്ത് കയറുകയാണ്. നേരെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട്. ഒരുപാട് പിശാചുകളായിരുന്നു അവിടെ, എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പൂർണ്ണമായിട്ടും പിശാചായിക്കൊണ്ടിരിക്കുന്ന പാർക്കിയോൺ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവൻ ഇച്ചിരി സ്വബോധമുണ്ട്. കുമാരന്റെ മടിയിലേക്ക് അവൻ തലവെക്കുകയാണ്. എന്നിട്ട് പറയാണ് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഇത് ചെയ്തു തീർക്ക് എന്ന് പറയുന്ന അതേ സമയത്തിന് വീണ്ടും ഒരുപാട് പിശാചുകൾ വരികയാണ്. ഒരുപാട് ഗംഭീര ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കുമാരന്റെ വാളുണ്ടല്ലോ, അത് എവിടെയോ വെച്ച് കുമാരന് നഷ്ടമായിരുന്നു. അതേ വാള് വെച്ച് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അത് വെച്ച് നമ്മുടെ കുമാരനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ കരുത്തല്ലായിരുന്നു പ്രധാനമന്ത്രിക്ക് ഇപ്പൊ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുമാരന് അയാളെ പെട്ടെന്ന് നേരിടാൻ കഴിയുന്നില്ല. പിന്നെ തീ കത്തിക്കാനായിട്ട് ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു തീപ്പന്തോ ഒന്നും കുമാരന് കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ ദൂരെ നിന്നും നമ്മുടെ സമന്ത അമ്പിൽ തീ പിടിപ്പിച്ചുകൊണ്ട് അത് പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അവിടെ എത്തുന്നില്ല. പലതവണ അവള് ശ്രമിച്ചു. അവസാനം കൊട്ടാരത്തിനുള്ളിൽ ഒരു തൂണിൽ ഈ തീപ്പന്തം വന്ന് കുത്തി കയറുന്നുണ്ട്, അതായത് ഈ അമ്പ് തന്നെ. ഇത് കാണുന്ന സമയത്ത് കുമാരന് കാര്യം മനസ്സിലായി. അവൻ ചാടി കയറുകയാണ് മുകളിലേക്ക്. ആ ഒരു അമ്പ് ഊരിയെടുക്കുന്നുണ്ട്. ഇതിന്റെ തറ്റത്ത് തീ ഉണ്ടായിരുന്നു, താഴേക്ക് ഒരു ഇടലാണ്. പൂർണ്ണമായിട്ടും തീ അങ്ങ് ആളി പടരാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ കുമാരനുണ്ടല്ലോ ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കയറുകയാണ്. എന്നാൽ കുമാരന്റെ പിന്നാലെ തന്നെ പിശാചായി മാറിയ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ വെച്ച് ഘോരമായ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. പൂർണ്ണമായിട്ടും തോറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുമാരനാണ്. കാരണം പ്രധാനമന്ത്രി ഇപ്പൊ ഒരു മനുഷ്യനല്ല, പിശാചാണ്. മനുഷ്യനും പിശാചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു ചിന്തിച്ച് പോരാടാൻ കഴിയുന്ന ഒരു പിശാച്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ കുമാരനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവന്റെ കഴുത്ത് തൂക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്നുകൊണ്ട് സമന്ത കാണുകയാണ് കേട്ടോ. എന്നാൽ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് കുമാരൻ പ്രധാനമന്ത്രിയുടെ നെഞ്ചിലേക്ക് തന്നെ, ഹൃദയത്തിലേക്ക് തന്നെ ഒരാൾ കുത്തി കയറ്റുന്നുണ്ട്. പിന്നീട് കുമാരൻ ആ ഒരു പഴയ വാളുണ്ടല്ലോ, അത് അവന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. ആ വാള് വെച്ച് ഈ ഓടിന്റെ മുകളിൽ ഒരേറ്റ കുത്തു കൊടുക്കുന്നുണ്ട്. ഓട് തകർന്നു പോയി. താഴേക്ക് ഈ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കുമാരനും ചെന്ന് വീഴുകയാണ്. എന്നാൽ ആ ഹോളിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്ന
വീഴുന്ന സമയത്ത് പ്രധാനമന്ത്രി മാത്രമാണ് ആ ഒരു തീയിലേക്ക് ചെന്ന് വീഴുന്നത്. കുമാരൻ ഇപ്പോഴും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറി വരികയാണ്. ഇതേ സമയത്ത് തന്നെ സഹായത്തിനായിട്ട് ഒരുപാട് പേര് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇവരുടെ കൂടെ ഒരുപാട് പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഇത്രയും പട്ടാളം ഒരുമിച്ച് കണ്ട സമയത്ത് കർഷകർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആവേശം കയറുകയാണ്. എല്ലാവരും പിന്നീട് ഒരുമിച്ച് നിന്ന് പോരാടുകയാണ്. ആ ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് നമ്മുടെ കുമാരനും അത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഇവര് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സോംബികളെയും നശിപ്പിച്ചു കളയാണ്, അതായത് പിശാചുകളെ. ഇനി ഒരിക്കലും ഈ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് മറ്റൊരു പിശാച് വരില്ല. മറ്റൊരാൾക്കും ഇതിന്റെ ആ ഒരു അണുബാധ ഉണ്ടായിട്ടുമില്ല. പൂർണ്ണമായിട്ടും അവരതിലൊരു വ്യക്തത വരുത്തുകയാണ്. ഇതിനുശേഷം ഈ വന്ന പടയാളികളുണ്ടല്ലോ, ഇവരെല്ലാവരുമായിട്ട് കുമാരൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം എന്താണ്, ഇത് ഇവിടെ തീരുന്നില്ല. കൊട്ടാരത്തിന് വെളിയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. അവരിപ്പോഴും ഈ ഒരു ഭീതിയിൽ, പിശാചുക്കളുടെ ഭീതിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെയൊന്നും പഴയതുപോലെ വിധിക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ കുമാരന് കഴിയില്ല. ഒരു യഥാർത്ഥ രാജാവ്, ധീരനായ രാജാവ് അങ്ങനെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കുമാരൻ. എല്ലാ ആൾക്കാരെയും മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ ആവേശത്തോടു കൂടി ബാക്കിയുള്ള എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു യാത്ര തുടരുകയാണ്. ഇവരുടെ രാജ്യത്തെ വീണ്ടും പുനർസൃഷ്ടിക്കാനായിട്ട്, ഓരോ ഗ്രാമങ്ങളെയും രക്ഷപ്പെടുത്താനായിട്ട് കുതിര പടയാളികളുമായിട്ട് അവരങ്ങനെ പോവുകയാണ്. ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുമാരന് ആ രാജ്യത്തെ പഴയതുപോലെ ആക്കാൻ കഴിയും. കാരണം അവന്റെ ഇച്ഛാശക്തി അത്രത്തോളം ഉണ്ട്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, അത് ആരാണെന്ന് എനിക്കറിയില്ല, ഒരിക്കലും ഒരു പ്രത്യേകതരം കൂട്ടത്തോട് നിങ്ങൾ കളിക്കാനോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാനോ നിൽക്കരുത്. ആരാണ് ആ ഒരു കൂട്ടം എന്നല്ലേ? മടിയുള്ളവന്മാരെ, മടിയന്മാരെ. കാരണം അവർ ഹേർട്ടായി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ഉപയോഗിക്കും. എന്തിനാണെന്നല്ലേ? ഏതൊരു ഘട്ടത്തിലാണോ ആരാലാണോ അവരെ അപമാനിക്കപ്പെട്ടത്, അവരെക്കാൾ എത്രയോ മുകളിൽ എത്താൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞെന്നല്ലേ? ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കുമാരനും ഒരു മടിയൻ തന്നെയാണ്. പല സമയത്തും അവൻ ഇഷ്ടപ്പെട്ട സമാധിയാണെങ്കിൽ ശരി, ചേട്ടത്തിയായാലും ശരി, എല്ലാവരും പല രീതിയിലും അവന് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുമാരൻ ഈ രീതിയിൽ മാറിയതും. എന്ന് കരുതി ഉള്ളിൽ തീയില്ലാത്ത മടിയന്മാരും ഒരിക്കലും നന്നാൻ പോകുന്നില്ല കേട്ടോ. എപ്പോഴും ഒരു ഇച്ചിരി കണൽ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് വലിയൊരു തീയായിട്ട് മാറുള്ളൂ. അത് വേറെ കാര്യം കേട്ടോ. അപ്പൊ എന്തായാലും കഥ ഇവിടെ തീരുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.